ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 1 ശമൂവേൽ 21 അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. യോനാഥാൻ്റെ സഹായം മുഖാന്തരം ശൗൽ രാജാവിൽ നിന്ന് ദാവീദ് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയാണ്. അമ്പെയ്ത ഒരടയാളം യോനാഥാൻ ദാവീദിന് കാണിച്ചു കൊടുത്തു. രാജാവ് നിന്നെ വെറുക്കുന്നു. ഇത് മനസ്സിലാക്കിയവനായ ദാവീദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അദ്ദേഹം നോബ് ദേശത്ത് അന്നത്തെ പുരോഹിതനായിരുന്ന അഹീമേലെക്കിൻ്റെ അടുക്കൽ ചെന്നുവിടുന്നു. അഹീമേലെക്ക് ദാവീദിനെ കണ്ട് അതിശയിക്കുന്നു. കാരണം അദ്ദേഹം ശൗൽ രാജാവിൻ്റെ കൂടെ രാജഭരണത്തിൽ സഹായിക്കുന്ന വ്യക്തിയാണെന്ന് ഈ പുരോഹിതനറിയാം. അപ്പോൾ നീ എന്നിങ്ങനെ ഇവിടെ വന്നു, എന്തിനു വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ദാവീദ് പറയുന്നു, രാജാവ് ഒരു സന്ദേശമായി എന്നെ പറഞ്ഞു വിട്ടതാണ്. എൻ്റെ കൂടെ 4-5 ഭൃത്യന്മാരുണ്ട്, അവർക്ക് വിശക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ല, ഏതാനും ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷിച്ചിട്ട് വിശക്കുന്നുവെന്ന് പറഞ്ഞു. അഹീമേലെക്ക് പറഞ്ഞു, ഇവിടെ കാഴ്ചയപ്പമല്ലാതെ മറ്റൊന്നുമില്ല. യാഗം അർപ്പിക്കുമ്പോൾ കാഴ്ചയപ്പത്തിൻ്റെ മേശയിൽ അപ്പം വയ്ക്കാറുണ്ട്. 12 ഗോത്രങ്ങളെ പ്രതി 12 അപ്പം എല്ലാം അവിടെ വെക്കുമെന്ന് ഇതിനു മുമ്പ് പുറപ്പാട് ലേവ്യ പുസ്തകങ്ങളിലൊക്കെ നമ്മളത് വായിച്ചതാണല്ലോ. അതിനകത്ത് ഇനിയും കുറച്ച് ആ കാഴ്ചയപ്പം മാത്രമേ ഉള്ളൂ. ദാവീദ് പറഞ്ഞ ഒരു 5 അപ്പം എനിക്ക് നീ തരണം. കാരണം എൻ്റെ ഭൃത്യന്മാർ ഭക്ഷണം കഴിച്ചിട്ട് ഏതാനും ദിവസങ്ങളായി. അപ്പോൾ ഈ കാഴ്ചയപ്പം പുരോഹിതന്മാർക്കോ അതില്ലെങ്കിൽ അത്രമാത്രം ആ വിശുദ്ധിയിലുള്ളവർക്ക് മാത്രമേ അത് ഭക്ഷിക്കാൻ അവകാശമുള്ളൂ. അപ്പോൾ ദാവീദ് പറയുന്നു, എൻ്റെ ഭൃത്യന്മാർ അശുദ്ധപ്പെട്ടിട്ടില്ല, അവർ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടില്ല. കാരണം പഴയ നിയമത്തിൽ സെക്സ് പാപമാണെന്നുള്ള ഒരു ചിന്തയുണ്ട്. അത് അശുദ്ധിയായി അവർ ഇത് കരുതിയിരുന്നു. ലേവ്യ പുസ്തകം 15-ാം അധ്യായത്തിലൊക്കെ നമ്മളിത് വായിച്ച് മനസ്സിലാക്കിയതാണല്ലോ. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ചിന്തയില്ല. പുതിയ നിയമത്തിൽ വിശുദ്ധി മുഴുവൻ ഹൃദയത്തിൻ്റേതാണ് കർത്താവ് നോക്കുന്നത്, ആവശ്യപ്പെടുന്നത്. പഴയ നിയമത്തിൽ വിശുദ്ധി മുഴുവൻ ശരീരത്തിൻ്റെ പുറത്തേതാണല്ലോ. അപ്പം അതുകൊണ്ടാണ് അപ്രകാരം ഒരു ചിന്ത അവിടെ ഉള്ളത്. അവർ പറയുന്നു, അങ്ങനെയല്ല, അവരാരും അശുദ്ധപ്പെട്ടിട്ടില്ല, അവരുടെ കയ്യിലുള്ള പാത്രങ്ങൾ പോലും ശുദ്ധമാണ്. ഇത് കേട്ടപ്പോൾ അഹീമേലെക്ക് എന്ന് പറയുന്നതായ പുരോഹിതൻ അവർക്ക് ആവശ്യമായ കാഴ്ചയപ്പം എടുത്ത് കൊടുക്കുന്നു, അവരത് ഭക്ഷിക്കുന്നു. അപ്പോൾ ദാവീദ് ഇവിടെ ചോദിക്കുന്നു, ഞാനിങ്ങനെ യുദ്ധത്തിനൊക്കെ പോകുകയാണ്, അല്ല ശത്രുക്കളെ സംഹരിക്കാനൊക്കെ അല്ലെങ്കിൽ ഫിലിസ്ത്യരുടെ പോവാണെന്നൊക്കെ പറഞ്ഞു കാണും. ഇവിടെ എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, കുന്തമോ വാളോ വല്ലതും ഇവിടെ ഉണ്ടോ? അപ്പോൾ പറയുന്നു, നീ ഇതിനു മുൻപ് ആ ഫിലിസ്ത്യരുടെ മല്ലലായിരുന്ന ഗോലിയാത്തിനെ കല്ലെറിഞ്ഞ് കൊന്ന അവൻ്റെ ആ തല നീ വെട്ടിയെടുത്തതായ വാൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല. കാരണം ദൈവം അത്ഭുതകരമായി എന്നിലൂടെ പ്രവർത്തിച്ചതായ ഒരു സംഭവമാണല്ലോ അത്. ആ വാൾ എനിക്ക് തരാൻ പറയുന്നു. ആ വാളുമായി അദ്ദേഹം പോകുന്നു. ചെന്നുപെടുന്നത് നമുക്കറിയാം, ആ ഫിലിസ്ത്യ ദേശത്ത് അവിടുത്തെ രാജാവായ അവിടുത്തെ രാജാവിൻ്റെ അടുത്ത് അദ്ദേഹം ഓടി ചെല്ലുകയാണ്. അവർ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫിലിസ്ത്യയുടെ രാജാവായ ആക്കീസിൻ്റെ അടുക്കൽ അദ്ദേഹം എത്തിപ്പെടുന്നു, ആ രാജ്യത്ത് ചെല്ലുന്നു. ആ ദേശത്തുള്ള ആളുകൾ ദാവീദിനെ അവിടെ തിരിച്ചറിയുന്നു. അവർ പറഞ്ഞു, ഇവനെക്കുറിച്ചല്ല ഇസ്രായേൽ കന്യകമാർ പാടി നൃത്തം ചെയ്തത്. ശൗൽ 1000 കൊന്നു, ഇവൻ 10,000 കൊന്നു.
അങ്ങനെ 10,000 കൊന്നുവെന്ന് ദാവീദിനെ കുറിച്ച് അവർ സ്തുതി പാടിയ നമ്മുടെ വില്ലാളി വീരനായ ഗോലിയാത്തിനെ കൊന്നവനാണിവൻ എന്ന് പറഞ്ഞ് അപ്പോഴും ഇവനെ കണ്ടപ്പോൾ ആദ്യം അവിടുത്തെ രാജാവ് ഭയപ്പെടുന്നുണ്ട്. കാരണം ഗോലിയാത്തിനെ കൊന്നവൻ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണോ എന്ന്. പക്ഷേ ദാവീദിൻ്റെ കാര്യം മനസ്സിലായി. താനിവിടെ ഒറ്റയ്ക്കാണ്, തൻ്റെ കൂടെ മറ്റാരുമില്ല. ആ സമയത്ത് ദൈവം തോന്നിച്ചൊരു ബുദ്ധി അദ്ദേഹം അവിടെ പ്രയോഗിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ ബുദ്ധിഭ്രമം ആ രാജാവിൻ്റെ മുന്നിൽ അവിടെ അഭിനയിക്കുകയാണ്. കട്ടിളപ്പടിമേൽ അദ്ദേഹം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയും താടിയിലൂടെ തുപ്പൽ ഒലിപ്പിക്കുകയും ചെയ്തു. അത് സാധാരണ ബുദ്ധിഭ്രമം വരുമ്പോൾ മനുഷ്യൻ കാണിക്കുന്നതാണല്ലോ. അപ്പോൾ ആക്കീസ് രാജാവ് ചോദിക്കുന്നു, എൻ്റെ നാട്ടിൽ ഭ്രാന്തന്മാരുടെ കുറവൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ ഭ്രാന്തനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്? അന്നും ഇന്നും മാനസിക രോഗികളെ ശിക്ഷിക്കാനുള്ള നിയമമില്ല. ഒരാൾ മാനസിക രോഗിയാണെന്ന് കണ്ടാൽ നമുക്കറിയാമല്ലോ, കൊലപാതകത്തിലാണെങ്കിൽ പോലും ആളെ വധശിക്ഷയ്ക്ക് വിധിക്കാറില്ല. അങ്ങനെ ദാവീദിനെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. അപ്പോൾ ആ ബുദ്ധി ഉപയോഗിക്കാൻ തന്നെ സഹായിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദാവീദ് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അങ്ങനെ ഓടിപ്പോകുമ്പോൾ ദാവീദ് എഴുതിയതായ സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. 34-ാം സങ്കീർത്തനത്തിൻ്റെ മുഖവരിയായി ഈ സംഭവം അവിടെ പറയുന്നുണ്ട്. അബീമേലെക്ക് രാജാവിൻ്റെ അടുക്കൽ നിന്ന്, യാക്കീസ് രാജാവിൻ്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ ദാവീദ് പാടിയ സങ്കീർത്തനമെന്ന്. ആ സങ്കീർത്തനത്തിലാണ് ദാവീദ് പാടിയത്, ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നും പറഞ്ഞ് ധാരാളം നമുക്ക് വളരെ ആശ്വാസം തരുന്ന ഒരുപാട് വചനങ്ങളുള്ളതായ ഒരു സങ്കീർത്തനമാണല്ലോ അത്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന ആർക്കും ദുഃഖിക്കേണ്ടി വരികയില്ല. ബാലസിംഹങ്ങളുടെ വില കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ഒരു കുറവുമില്ല. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ദാവീദ് പാടിയതായ സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ പാടുവാനും ഒക്കെയുള്ള വലിയ കഴിവ് ദൈവം ദാവീദിന് കൊടുത്ത് നമുക്കറിയാമെന്ന് നേരത്തെ തന്നെ നമ്മൾ വായിച്ചിട്ടുള്ള കിന്നരം ഒക്കെ ഉപയോഗിച്ച് സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു വലിയ മനുഷ്യനാണ്. ഈ 34-ാം സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നമുക്കേറെ ആശ്വാസം പകരുന്നതായ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എഴുതിയതായ സങ്കീർത്തനം. അപ്പം ദൈവം ഒരാളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്നതിനും വരെയും അത്ഭുതകരമായി അവനെ വഴി നടത്തുമെന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കുമെന്നും ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദാവീദിനെ കൊണ്ട് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നമ്മൾ ഓരോരുത്തരെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതുപ്രകാരം ദൈവമേ, അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സഹായിക്കണമേ. അതിന് പരിശുദ്ധാത്മാവ് ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.